എന്റെ പ്രിയപ്പെട്ടവരെ, എന്തൊരു ഐക്യതയാൻ! ഒരാളെ കുത്തിമലർത്തിയിട്ട് പോയി നിസ്കരിക്കുന്ന ഒരുവനും അവന്റെ മനസ്സിൽ അവനോട് വൈരാഗ്യമുണ്ടെങ്കിലും നിസ്കരിക്കുമ്പോൾ അവനും കൂടെ വേണ്ടിയിട്ട് അവന് ദുആ രക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ബോക്സിംഗിൽ ചാമ്പ്യൻഷിപ്പ് നേടി സ്വർണ്ണ മെഡൽ നേടിയ കേസിസ് ക്ലേ എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, കറുത്തവനായ ഒരു പാവപ്പെട്ട സഹോദരൻ, അയാൾക്ക് കിട്ടിയ സ്വർണ്ണ മെഡലുമായിട്ട് അയാള് ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ തയ്യാറായില്ല, മുസ്ലിമാകാൻ തയ്യാറായില്ല. ആ ചെറുപ്പക്കാരൻ തന്റെ ഒരുപാട് ദേവാലയങ്ങളുടെ മുമ്പിലെത്തിയപ്പോൾ അവിടെയെല്ലാം എഴുതി വെച്ചിരിക്കുന്നു, കറുത്ത വർഗക്കാർക്ക് പ്രവേശനമില്ല, കറുത്ത വർഗക്കാർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ആ സന്ദർഭത്തിൽ അയാള് ഒരു മുസ്ലിം പള്ളിയിലേക്ക് നോക്കി. ആ പള്ളിയുടെ ഉള്ളിൽ പാവപ്പെട്ടവൻ നിസ്കരിക്കുന്നതിന് തൊട്ടടുത്ത് പണക്കാരൻ നിൽക്കുന്നു, പണ്ഡിതന്റെ അടുക്കൽ പാമര നിൽക്കുന്നു, കറുത്തവനെടുക്കൽ വെളുത്തവൻ നിൽക്കുന്നു, കുഞ്ഞിന്റെ അടുക്കൽ വയസ്സായവർ നിൽക്കുന്നു. ഇങ്ങനെ ഈ സമത്വം കണ്ടപ്പോൾ, ഈ ഐക്യത കണ്ടപ്പോൾ തന്റെ കയ്യിലിരിക്കുന്നതായ സ്വർണ്ണ മെഡൽ ഓഹിയോ നദിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ കലിമ ചൊല്ലിയിട്ട് മുഹമ്മദ് അലി എന്ന പേരിട്ടുകൊണ്ട് അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്തിന്റെ പേരിലാണ്? ഈ സമുദായത്തിന്റെ ഐക്യത കണ്ടിട്ടാണ്. നിസ്കാരത്തില് എന്റെ പ്രിയപ്പെട്ടവരെ, പിണക്കമുള്ളവനെ അടുത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അവന്റെ അടുത്ത് നിൽക്കാതിരിക്കോ? കല്യാണത്തിന് പോകുമ്പോ അവന്റെ അടുക്കൽ പോകൂല. നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോ പിണക്കമുള്ള ഒരുത്തൻ അടുത്ത് വന്നാൽ അവൻ എന്നോട് മിണ്ടാത്തവനാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും മാറി നിൽക്കോ? അങ്ങനെ മാറി നിൽക്കാൻ പാടില്ല. മുൻ സഫിൽ നമ്മൾ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുറകിലത്തെ സഫിൽ അമേരിക്കയിലെ ബറാക് ഒബാമ നിസ്കരിക്കാൻ വന്നു എന്ന് കേട്ടാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മുൻ സഫിൽ നിൽക്കുന്ന ആള് മാറിക്കൊടുക്കൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് നിഷിദ്ധം, കറാഹത്താണ്, വെറുക്കപ്പെട്ടത്, ചെയ്യാൻ പാടില്ല. ഇസ്ലാമിന്റെ സമത്വം അതാണ്. എല്ലാവരും തുല്യരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടപ്പോൾ തനിക്ക് ബോക്സിംഗിൽ ചാമ്പ്യൻഷിപ്പ് നേടി, ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ തന്റെ സ്വർണ്ണ മെഡൽ ഓഹിയോദരിയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് മുഹമ്മദ് അലി എന്ന പേര് ലഭിച്ച് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന എത്രയോ പേരാണ്. പിന്നെയാണ് ഒരു അണ്ണാച്ചി കമലഹാസൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ എന്തിറക്കിയാലും ഈ അണ്ണാച്ചി കമലഹാസൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ അത്തും പുത്തും, അവൻ കരയ ചാനലിന്റെ മുമ്പിൽ ഇരുന്നിട്ട് എന്റെ സമ്പാദ്യം മുഴുവനും എടുത്തുകൊണ്ട് ഞാൻ സിനിമ ഇറക്കിയെന്നാണ്. കണ്ടും കേട്ട് നിൽക്കണമായിരുന്നു, ഇനി കരഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് മുഴുവനും, ലോകത്തുള്ള വിശ്വാസികൾക്ക് മുഴുവനും ഒരു മനുഷ്യൻ നിസ്കാരത്തിൽ ദ്വാരക്കുകയാണ്. നമസ്കാരമില്ലാത്ത മനുഷ്യ, നമസ്കാരത്തെ പിന്നീടാക്കാമെന്ന് നിസ്സാരമായി കാണുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിന്റെ മനസ്സില് നീ ഒരു വിശ്വാസിയുടെ ദുആ പടഞ്ഞു വെച്ചതിന്റെ പേരില് ലോകത്തെവിടെയെല്ലാം വിശ്വാസികളുണ്ടോ അവരുടെ മനസ്സിലെല്ലാം നിന്നോട് വല്ലാത്ത വെറുപ്പാണെന്ന് അസത്യത്തിന്റെ ലാഞ്ചനാദരങ്ങളിൽ നിന്ന് തമാശയ്ക്ക് പോലും കടന്നു വന്നിട്ടില്ലാത്ത ആമിനാടെ പൊന്നുമോന് മദീനയുടെ രാജകുമാരൻ ലോകയുടെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നിസ്കാരമില്ലാത്തവർക്ക് അല്ലാഹു ദുനിയാവിൽ കൊടുക്കുന്നത് ഒന്നാമത്തെ ശിക്ഷ, അവന്റെ ജീവിതത്തിൽ ബറക്കത്തില്ല. രണ്ടാമത്തത് അവന്റെ മുഖത്തു നിന്ന് സ്വാലിഹീങ്ങളുടെ പ്രകാശത്തെ എടുത്ത് കളയുന്നു. മൂന്നാമത്തത് ലോകത്തുള്ള വിശ്വാസികൾ മുഴുവനും അവനോട് ദേഷ്യം കാണിക്കുന്നു, വെറുക്കുകയാണ്. ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്താ ജീവിതത്തിൽ ബറക്കത്തില്ലെങ്കിലും ഉള്ളതുപോലെ ഞങ്ങൾ കഴിഞ്ഞോളാം, സ്വാലിഹീങ്ങളുടെ പ്രകാശം മുഖത്തില്ലെങ്കിലും ജീവിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എത്രയോ പേര് ജീവിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തത് ലോകത്തുള്ള എല്ലാവരും വെറുക്കും. അവര് വെറുത്താൽ എന്താ, ഞാനും എന്റെ പടച്ചോനും കൂടെ അങ്ങ് ആയാൽ മതി എന്താ? പടച്ചോ മാത്രം തീരുമാനിച്ചാ പോരാ, നീ നല്ലവനാണോ ചീത്തയാണോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്റെ അയൽവാസി പറയട്ടെ, നിന്റെ പ്രവർത്തനങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പടച്ചോ മാത്രം തന്നാ പോരാ, നിന്റെ സഹോദരങ്ങളെ തരണം. നീ നല്ലവനാണെന്ന് അയൽവാസി പറഞ്ഞാല് നീ നല്ലവനാണ്, നീ കൊള്ളരുതാത്തവനും നിന്റെ അയൽവാസി പറഞ്ഞാല് നീ കൊള്ളരുതാത്തവനാണെന്ന് പഠിപ്പിച്ച ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരു വിശ്വാസിയുടെ ജനാസ കൊണ്ടുപോകുമ്പോ സത്യവിശ്വാസികൾ പറഞ്ഞു, നബിയെ അയാൾ നല്ല മനുഷ്യനായിരുന്നു. റസൂലുള്ളാഹി ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗാവകാശി. ഒരു ദുർമാർഗിയുടെ ജനാസ കൊണ്ടുപോകുമ്പോ ജനങ്ങൾ പറഞ്ഞു, സഹാബത്ത് പറഞ്ഞു, അയാൾ വല്ലാതെ ദുഷ്കർമ്മം ചെയ്തിരുന്ന ആളായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദഖലന്നാർ, അയാൾ നരകത്തിലാണ്. അല്ലാഹ് മാത്രം തീരുമാനിച്ചാൽ പോരാ, നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ കൂടെയുള്ളവരോട് അംഗീകരിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അംഗീകരിക്കണം. ലോകത്തുള്ള വിശ്വാസികളുടെ ആ ഒരു ദുആയിൽ, അതല്ലെങ്കിൽ ലോകത്തുള്ള വിശ്വാസികൾ മുഴുവനും നമ്മൾ അംഗീകരിച്ചില്ല എങ്കിൽ നമ്മുടെ കാര്യം കഷ്ടമാണ്. അതുകൊണ്ട് നിസ്കാരത്തെ നിസ്സാരമാക്കാനോ പാടില്ല. ഇത് മൂന്നും കേൾക്കുമ്പോ നിങ്ങൾ ചിന്തിക്കുന്നു, എന്തേത്
ഇതിലിത്ര കേൾക്കാനിരിക്കുന്നു, ഇതിൽ വലിയ ഗൗരവമെടുക്കാനില്ലല്ലോ. എന്നാൽ രണ്ടാമത്തെ ഘട്ടത്തിലെ 3 ശിക്ഷകള് ഈ ലോകത്തോട് വിട പറയാൻ പോകുമ്പോൾ അള്ളാഹു തന്നതായ ആയുസ് തിരിച്ചെടുക്കുമ്പോ, പടച്ചതമ്പുരാൻ തന്ന ആയുസ് തീരുമ്പോ എന്നാണോ ഈ ലോകത്തോട് വിട പറയാനുള്ള സമയമാവുക. ആ സന്ദർഭത്തിൽ എല്ലാവരും പൊട്ടിക്കരയുമ്പോ, എല്ലാവരും 4 ഭാഗത്തു നിന്ന് പൊട്ടിക്കരയുമ്പോൾ അവരാരെയും ശ്രദ്ധിക്കാറ് കാബിലുൽ അർവാഹ് മലക്ക് ഇസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായിട്ട് നീ വാഗ്വാദം നടത്തുമ്പോ, നീ ഇസ്രാഈലുമായി സംവദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന 3 ശിക്ഷകൾ വീണ്ടും കടന്നു വരികയാണ്. ഇതാരക്കാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ? സീരിയൽ കണ്ട പെങ്ങളുടെ കഥയില്ല, നിസ്കാരമില്ലാത്ത പെങ്ങളുടെ കഥയില്ല, മദ്യപിക്കുന്ന പുരുഷന്മാരുടെ കഥയില്ല, വ്യഭിചരിക്കുന്ന പെണ്ണിന്റെ പുരുഷന്മാരുടെ കഥയില്ല. പിന്നെയോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നമസ്കാരത്തെ നിസ്സാരമായി കണ്ടിട്ട് പിന്നെ നിസ്കരിക്കാമെന്ന് ചിന്തിക്കുന്നവരെ അള്ള നിനക്ക് തരുന്ന ശിക്ഷയാണിതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, തിരിച്ചറിയേണ്ട സമയം നഷ്ടപ്പെട്ടു പോയി. രണ്ടാമത്തെ ഘട്ടത്തിലെ 3 ശിക്ഷകൾ അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുമ്പോ ഇതിനേക്കാൾ ഗൗരവമാണ്. ഇതിനേക്കാൾ ഗൗരവത്തോടെ റസൂലുള്ളാഹി പറയുകയാണ്. എങ്ങനെയെന്നറിയോ? മരിക്കാൻ നേരമാകുമ്പോ 3 ശിക്ഷകൾ അല്ലാഹുവിന് കൊടുക്കുന്നതാണ്. അതിൽ ഒന്നാമത്തെ ശിക്ഷ ഏതെന്നറിയോ? നിസ്കാരത്തെ നിസ്സാരമായി കാണുന്ന ഉമ്മ, മഗ്‌രിബിന്റെ സമയത്ത് പോലും നീ സീരിയലിന് മുമ്പിൽ പ്രസവിച്ചു കിടക്കുമ്പോ അല്ലാഹുവിന്റെ പള്ളി നിരാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നില്ലേ? എന്റെ ചെറുപ്പക്കാരാ, വോളിബോൾ കാണാൻ പോകുമ്പോൾ, ഫുട്ബോൾ കളി കാണാൻ പോകുമ്പോൾ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ, അതല്ലെങ്കിൽ മറ്റേത് പ്രവർത്തനങ്ങൾക്ക് നീ പോകുമ്പോൾ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ നിനക്ക് വല്ലാത്തൊരു അരോചകത്വമാണെങ്കിൽ എന്റെ പൊന്നുമോനെ കേട്ടോ, മരിക്കാൻ കിടക്കുമ്പോ ആരും നിന്റെ സഹായത്തിന് വരില്ലടാ. നിന്റെ കൂടെ കളിച്ചവർ കാണൂല, നിന്റെ കൂടെ കളിക്കൂട്ടുകാർ കാണൂല, നിന്റെ കൂടെ രാഷ്ട്രീയക്കാര് കാണൂല, നിന്റെ കൂടെ നിന്റെ കാമുകി കാണൂല, നിന്റെ കൂടെ നിന്റെ കൂട്ടുകാര് കാണൂല, വീട്ടുകാര് കാണൂല. ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് നീ അനുഭവിക്കുന്ന സന്ദർഭത്തില് ഈ ലോകത്തോട് വിട പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒന്നാമത്തെ ശിക്ഷ അവിടെ അല്ലാഹു ഇറക്കുകയാണ്. മരിക്കുന്ന സമയത്തുള്ള ഒന്നാമത്തെ ശിക്ഷ ഏതാ? അവന്റെ റൂഹ് വിട പറയുമ്പോ, അവന്റെ റൂഹ് വിരിഞ്ഞു പോകുമ്പോ അവനെ ദാഹിച്ച് പരവശനായിക്കൊണ്ടാണ് മരിച്ചു പോകുക. എന്തോരു ദാഹമായിരിക്കുമെന്നറിയോ? മരിക്കുന്ന സമയത്ത് അവന്റെ ദാഹത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരുന്നാ, പള്ളിയിൽ ബാങ്ക് കേൾക്കുമ്പോൾ കളിതമാശകളോട് നടന്നു പോകുന്ന ചെറുപ്പക്കാര് കേട്ടുകൊള്ളട്ടെ, മരിക്കാൻ നേരമാകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ദാഹിച്ചു പരവശരായിക്കൊണ്ട് മരിച്ചു പോകുന്നതാണ്, ദാഹിച്ചു പരവശരായിക്കൊണ്ട് നിന്റെ റൂഹ് വിട പറയുന്നതാണ്. ഇങ്ങനെ ദാഹിക്കുന്നു അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു സമുദ്രത്തിലെ മുഴുവൻ വെള്ളം നീ കുടിച്ചു വറ്റിച്ചാൽ, അല്ലാഹുവിന്റെ ഭൂമിയിലുള്ള മുഴുവൻ സമുദ്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചു വറ്റിച്ചാൽ നിന്റെ ദാഹം തീരില്ല പൊന്നുമോനെ, നിന്റെ ദാഹം തീരില്ല ഉമ്മ. അതുകൊണ്ട് പള്ളിയിലെ ബാങ്ക് കേൾക്കുമ്പോൾ അല്ലാഹു നിനക്ക് നിശ്ചയിച്ച സമയമാണ്, കിതാബും മൗഖൂത്താണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിസ്കരിച്ചോ. 2 മണിയാകുമ്പോൾ ളുഹർ നിസ്കരിക്കാത്തവർ 3 മണിയാകുമ്പോൾ നീ മരിച്ചു പോയാൽ 12:45 ബാങ്ക് വിളിക്കുമ്പോ 2:30 മണിക്ക് നീ മരണപ്പെട്ടു പോയാൽ പിന്നെ നിസ്കരിക്കാം 3 മണിക്കല്ലേ അസറിന്റെ ബാങ്ക്, അതിനിടയിൽ നിസ്കരിക്കാമെന്ന് കരുതിയാൽ ഈ നമസ്കാരത്തെ നീ പിന്തിക്കുമ്പോ എന്റെ ചെറുപ്പക്കാരാ, 2:45 മരണപ്പെട്ടു പോയാ അല്ലാഹുവിനോട് എന്ത് സമാധാനമാണടാ നിനക്ക് പറയാനുള്ളത്? കാരണം നമസ്കാരത്തിന്റെ ടൈം കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞു, എന്നിട്ട് പോലും നീ നിസ്കരിച്ചിട്ടില്ല. എവിടെയാണ് നിനക്ക് സമാധാനം പറയാനുള്ള വഴിയുള്ളത്? എന്താണ് റബ്ബിനോട് നീ പറയുക? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമരായി മരണസമയത്തുള്ള കൊടുക്കുന്ന പാരിതോഷികം എന്താ? അവനെ ദാഹിച്ച് പരവശനായി ലോകത്തോട് വിട പറയുമെന്നാണ്. മരണത്തിന് അതിന്റെ പ്രത്യേകത തന്നെയാണ് ദാഹം. മരിക്കുന്ന സമയത്ത് എല്ലാവരും ദാഹിക്കും.
എല്ലാവരും ദാഹിക്കും, ആരും ദാഹിക്കാതിരിക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടല്ലേ അള്ളാന്റെ റസൂല് പറഞ്ഞത്, നിങ്ങൾ മരിക്കാൻ കിടക്കുന്ന ഒരാളിന്റെ അടുക്കൽ പോയിട്ട് വെള്ളം കൊടുക്കണം, ഇല്ലെങ്കിൽ അവന് ശൈത്താൻ വെള്ളം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ശൈത്താൻ വെള്ളം കൊടുത്താൽ വെറുതെ ആയിരിക്കൂല കൊടുക്കുക. നമ്മൾ വെള്ളം കൊടുത്താൽ പാരിതോഷികമൊന്നും പറ്റൂല. നമ്മൾ വെള്ളം കൊടുത്താൽ മരിക്കാൻ കിടക്കുന്നതിന് വെള്ളം കൊടുക്കുമ്പോൾ പൈസ ചോദിക്കും. ജീവിച്ചിരിക്കുമ്പോ 5 പൈസ കൊടുക്കാത്തവനും മരിക്കാൻ കിടക്കാൻ എന്നോടൊപ്പം യാത്ര ചെയ്തു, വഴിയിൽ വെച്ച് പെട്ടെന്നൊരു വെപ്രാളം വന്നു, അവന് മറിഞ്ഞു വീണു, സക്കറാത്തിന്റെ ഹാലാൻ. എന്തായിരുന്നാലും അല്പം വെള്ളം വാങ്ങാൻ പറയുമ്പോൾ ഈ മരിക്കാൻ കിടക്കുന്നവനോട് പൈസ ചോദിക്കൂല. പക്ഷെ പിശാച് അങ്ങനെയല്ല. പിശാച് പ്രത്യുപകാരം ചെയ്യാതെ ഒരു കാര്യവും പ്രത്യുപകാരം